അകത്ത് കയറിയതും ഉമ്മയും ഉപ്പയും അവനെ കണ്ടൊന്ന് നോക്കിയതല്ലാതെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. ഷാൻ അത് കണ്ടതും അവിടെ തന്നെ നിന്ന് അവരെ കുറ്റബോധത്തോടെ നോക്കി. ഉപ്പച്ചി, ദിയ, അവളെ ഞാൻ അറിഞ്ഞു. ഒരു പെണ്ണിന് വേണ്ടി നീ അവളെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടെന്ന്. അത് കേട്ടതും ഷാൻ ഒന്ന് ഞെട്ടി. ഞങ്ങൾ അറിഞ്ഞത് കേട്ട് നീ ഞെട്ടിയോ? ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് നീ ഞങ്ങളെ കൊണ്ടുപോലും അവൾ വെറുപ്പിച്ചേനെ അല്ലേ? എനിക്ക് എങ്ങനെ തോന്നി നിനക്കിതിന്? പറ്റിപ്പോയി ഉമ്മ. ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി. അല്ലാതെ ദിയെ മനസ്സിലാവാഞ്ഞിട്ടോ അവളെ ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടായിട്ടോ അല്ല. അവൻ ഉമ്മയുടെ കാൽ കീഴിൽ വന്ന് കരച്ചിലോടെ പറഞ്ഞു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഒരു മോളായിട്ട് ഞങ്ങളിവിടെ നിർത്തില്ലായിരുന്നു അവളെ. നിന്നേക്കാൾ ഞങ്ങളെ സ്നേഹിച്ചതും മനസ്സിലാക്കിയതും അവളാ. അറിയാം, നിങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടതും അതിനുപോലും എനിക്കായില്ല. പാവം ആ പെണ്ണ് എവിടെയാണെന്നെങ്കിലും നിനക്കറിയാമോ? ഇല്ല, അന്വേഷിച്ചു പോയതാ ഞാൻ. കണ്ടെത്താനായില്ല. ഇനി എൻ്റെ മോന് അവളെ ഒരിക്കലും കണ്ടെത്താനാവില്ല. അവൾ ഒരിക്കലും നിന്റെ കൺമുന്നിൽ പെടരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. നെഞ്ചു പൊട്ടിയ അവളത് പറഞ്ഞത്. അവളോ? ആര്? നീ എന്താ കരുതിയത്? അവൾ നിന്നെ പോലെയാണെന്നാണോ? ഇത്രയും ദിവസം അവളെ സ്നേഹിച്ചതും അവൾ ഞങ്ങളെ സ്നേഹിച്ചതും സത്യമാണ്. അല്ലാതെ നിന്നെപ്പോലെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നുള്ള നാടകമല്ല. അവൾ ഞങ്ങളെ വിളിച്ച് എല്ലാ സത്യവും പറഞ്ഞു. നീ സ്നേഹിക്കുന്ന പെണ്ണിനെ ഞങ്ങൾ അവളുടെ സ്ഥാനത്ത് സ്നേഹിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അവൾ നിങ്ങളെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. നീ ഒന്നും അറിയരുതെന്നും പറഞ്ഞു. അവളെ ഒന്ന് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചതെന്നറിയോ? അവൾ ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചത്? എനിക്ക് അവളോട് സംസാരിക്കണം. ഹനുവിൻ്റെ ഫോണിലാണ് വിളിച്ചത്. അല്ലെങ്കിലും നിനക്കിനി അവളോട് എന്താ പറയാനുള്ളത്? എന്നെ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും അവൾക്ക് മനസ്സിലാവും. അതിന് ബാബി ഇനി വിളിച്ചാൽ കിട്ടില്ല. ട്രെയിനിൽ വെച്ചാ ബാബി വിളിച്ചത്. ഇനി ഒരിക്കലും വിളിക്കില്ലെന്നും പറഞ്ഞു. അതിൽ പിന്നെ ബാബിയുടെ ഫോണും ഓഫാണ്. കാക്കു ഒന്നോർത്തോ, ബാബിയെ വേദനിപ്പിച്ചതിന് കാക്കു അനുഭവിക്കാൻ പോണേ ഉള്ളൂ. മോളെ, എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട. ബാബിയെ കാണാത്തടത്തോളം എനിക്കിങ്ങനൊരു കാക്കു ഇല്ല. ഹനു അവനെ നോക്കി വെറുപ്പോടെ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. നീ അവൾക്ക് പകരം ഏതോ ഒരുത്തിയെ കൊണ്ടുവരുമെന്ന് കേട്ടല്ലോ. പേടിക്കണ്ട, അവൾക്ക് പകരം ഒരു പെണ്ണും ഇവിടേക്ക് വരില്ല. എൻ്റെ മനസ്സിലും അവൾക്ക് പകരം മറ്റൊരു പെണ്ണിന് സ്ഥാനവുമില്ല. അവൻ വേദനയോടെ അതും പറഞ്ഞ് മുറിയിലേക്ക് പോയി. അവളുടെ സാമ്യമേ അവിടെയൊക്കെ ഉള്ളതുപോലെ അവന് തോന്നി. അവിടെ മുഴുവൻ കണ്ണോടിച്ചതും ഓരോ ഇടവും അവൾ തന്നെ നോക്കുന്നത് പോലെ. വേദനയോടെ അവളില്ലെന്ന സത്യം അവൻ ഉൾക്കൊണ്ടു. അവൾ കയ്യിൽ വെച്ച് തന്ന മഹർ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. അതവൻ വിഷമത്തോടെ കയ്യിലെടുത്ത് അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു. കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ കണ്ണുകൾ എത്തിയതും അവൻ അകത്തേക്ക് കയറി. അവളുടെ വേദനകൾ അറിഞ്ഞ ആ കൊച്ചുമുറി, അവൾ കിടക്കാറുള്ള ഷീറ്റും അവളുടെ കണ്ണീരിൻ്റെ രുചി അറിഞ്ഞ തലയണയും. അവൻ വേദനയോടെ അതിലേക്ക് നോക്കി. അതെടുത്ത് വിരിച്ച് അതിലേക്ക് കടന്നു. അവൾ തൻ്റെ കൂടെ ഉണ്ടെന്ന പോലെ ഒരു തോന്നൽ. ഒന്ന് നിവർന്നു കിടക്കാൻ പോലും ആവാതെ അവളൊരു പരാതി പോലും പറയാതെ കഴിഞ്ഞതോർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപക്ഷെ മനു പറഞ്ഞതുപോലെ നൈഷു എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ദേയെ ഓർത്ത് ഇത്ര വേദനിക്കുമോ? ദേയ്ക്ക് പകരമാവില്ല മറ്റൊരു പെണ്ണും. എന്നിനി കാണും പെണ്ണ് നിന്നെ ഞാൻ. ഉപ്പ, എനിക്കൊരു 1000 രൂപ തരുമോ? കോളേജിലായിട്ട് ആദ്യമായിട്ട് 1 ഡേ ടൂറിൽ പോവാ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട്, എനിക്കും പോകണം. ഹനു ചോദിക്കുന്നത് കേട്ട് ഷാൻ പേഴ്സിൽ നിന്നും കാശെടുത്തു അവൾക്ക് നീട്ടി. ഇതാ, ഞാൻ ചോദിച്ചത് ഉപ്പയോടാ, എനിക്ക് ഉപ്പ തന്നോളും. അതെന്താ? അല്ലെങ്കിൽ നീ എൻ്റെ പേഴ്സിൽ നിന്നും എടുക്കുന്നതാണല്ലോ. അതെൻ്റെ കാക്കു ആണെന്ന് കരുതിയ, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു കാക്കു ഇല്ല. ഹനു, നീ ഇത് എന്താ ഈ പറയുന്നത്? ഒരു തേപ്പിസ്റ്റിന് വേണ്ടി ആ പാവം ദീയെ പുറത്താക്കിയില്ലേ? ഇനി ഏതേലും പെണ്ണ് പറഞ്ഞ ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കില്ലെന്ന് എന്താ ഉറപ്പ്? മോളെ, ഞാൻ അങ്ങനെ ഒരാളാണെന്ന് നിനക്കും തോന്നിയോ? ഷാൻ വിഷമത്തോടെ അവളെ നോക്കി ചോദിച്ചു. എന്നെ പോലെ തന്നെ ഒന്നും അറിയാത്ത പെണ്ണാ ദിയ. ഇപ്പം എവിടെയോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. പാവം, എത്രമാത്രം എവിടെയെങ്കിലും ഇരുന്ന് വിഷമിക്കുന്നുണ്ടാവും. ഷാൻ ഉത്തരമില്ലാതെ നിന്നു. ഇതാ മോളെ. ഉപ്പ കാശ് നീട്ടിയതും ഹനു അതും വാങ്ങി ഇറങ്ങി.
അവളും ഒരു പെണ്ണാ. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞതാവും. അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലപ്പ. ഇതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തികച്ചും താൻ ഒറ്റപ്പെട്ട പോലെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. അവൻ ഓരോ ദിവസവും ഓരോ യുഗങ്ങൾ എന്ന പോലെ കഴിച്ചുകൂട്ടി. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നത് കണ്ടതും ഷാൻ അവിടേക്ക് വന്നിരുന്നു. അതുകണ്ട് ഹനു എണീറ്റ് പോയതും അവൻ വിഷമത്തോടെ നോക്കിയിരുന്നു. സാരല്ലേ മോനെ, അവളുടെ ദേഷ്യമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. മോൻ കഴിക്കുക. അവളുടെ ആഗ്രഹമായിരുന്നു ഞാൻ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നത്. ഞാൻ കഴിക്കാതിരുന്നാലുള്ള നിങ്ങളുടെയൊക്കെ വിഷമം അവൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത്. അവൻ വിഷമത്തോടെ അതും പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി. തൊണ്ടയിൽ കൂടി ഇറങ്ങാത്ത പോലെ തൊട്ടു മുന്നിലെ ചെയറിൽ അവൾ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നിയതും അവൻ അവളെയും നോക്കിയിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഷാനു, ഉപ്പയുടെ വിളിയാണ് അവനെ ഉണർത്തിയത്. മുന്നിലുള്ള ചെയറിൽ നോക്കിയതും അവിടം ശൂന്യമായിരുന്നു. നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം സംഭവിച്ചു എന്ന് കരുതി ഇനി അങ്ങോട്ട് ഇങ്ങനെ നടക്കാനാണോ നിന്റെ പ്ലാൻ? നാളെ തൊട്ട് ജോലിക്ക് പോകണം. എങ്കിൽ തന്നെ നിന്റെ പകുതി ടെൻഷൻ കുറയും. പിന്നെ ദിയുടെ വീട്ടുകാരുടെ കാര്യങ്ങൾ നീ അന്വേഷിക്കണം. അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കുകയും വേണം. അവൻ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. ഷാനുവിൻ്റെതായി ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അവളുടെ വാക്കുകൾ കാതിൽ മുഴുങ്ങിക്കേട്ടാണ് അവൻ കണ്ണു തുറന്നത്. തൻ്റെ ഓർമ്മകൾ പോലും അവൻ വേദനയോടെ പുറത്തേക്ക് വന്നു. ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന നിലാവ് എങ്ങോട്ടോ പോയി ഒളിച്ചിരിക്കുന്നത് പോലെ അവിടെയും തൻ്റെ മനസ്സ് പോലും ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു. ഉറങ്ങാതെ തന്നെ അവൻ നേരം വെളുപ്പിച്ചു. ഇതുകൂടി കാലത്ത് ഹനു അയൺ ചെയ്യുന്നത് കണ്ട് അവൻ്റെ ഡ്രസ് ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, തനിയെ അങ്ങ് ചെയ്താലും മതി. അവൾ പുച്ഛിച്ചുകൊണ്ട് അവിടുന്ന് പോയതും ഷാൻ വിഷമത്തോടെ നിന്നു. തൻ്റെ ഷർട്ട് അയൺ ചെയ്തതിന് ദിയെ വേദനിപ്പിച്ചതോർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് എല്ലാം ചെയ്യാൻ എൻ്റെ പെങ്ങളുണ്ടെന്നും എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞ് അവളെ അവളുടെ കൈ വേദനിപ്പിച്ചതും ആ കണ്ണുകൾ നിറഞ്ഞതുമെല്ലാം. മുറിയുമാകെ അലങ്കോലമായിരിക്കുന്നു. അവൾ വന്നതിൽ പിന്നെ എല്ലാം അതാത് സ്ഥാനത്ത് കിടക്കുമായിരുന്നു. ഒന്നും തിരയേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ പോലും അവൾ ബെഡിൽ കിടന്നിട്ടില്ല. എങ്കിലും ഭംഗിയായി ഷീറ്റ് വിരിച്ചുപോയി വെക്കുമായിരുന്നു. ദിയ, എൻ്റെ ബെൽറ്റ് വാക്കുകൾ പൂർത്തിയാക്കാതെ അവൻ നിന്നു. ഒരിക്കൽ പോലും അംഗീകരിച്ചിട്ടില്ല. വെറുമൊരു ഫ്രണ്ടായി കാണാൻ പറഞ്ഞു. എങ്കിലും ഞാൻ വിളിക്കുമ്പോഴേക്കും തൻ്റെ ആവശ്യങ്ങൾ മുന്നിലെത്തിക്കുമായിരുന്നു അവൾ. ഷെൽഫ് മുഴുവൻ വലിച്ചിട്ട് അവൻ ബെൽറ്റ് തപ്പിയെടുത്ത് റെഡിയായി ഇറങ്ങി. എന്ത് കോലമാണ്ട ഇത്? ഇങ്ങനെയാണോ നീ ഓഫീസിൽ പോകുന്നത്? ഇങ്ങനെയൊക്കെ മതി ഉമ്മ. അവൻ അതും പറഞ്ഞിറങ്ങി. ഒന്നിനും മനസ്സ് വരാത്തതുപോലെ. അവളുടെ പ്രായത്തിലുള്ള ഏതൊരു പെണ്ണിൻ്റെയും ദുരന്തം അവൻ്റെ മനസ്സ് തളർത്തിയിരുന്നു. അതൊന്നും അവളാവരുതേ എന്ന പ്രാർത്ഥന മാത്രമേ അവനിലുണ്ടായിരുന്നുള്ളൂ. അവളില്ലാത്ത അവൻ്റെ ദിവസങ്ങൾ ആഴ്ചകളായും മാസങ്ങളായും വർഷങ്ങളായും കൊഴിഞ്ഞുപോയി. 2 വർഷത്തിന് ശേഷം, ഇല്ലയോ പച്ചി, എനിക്ക് കല്യാണം വേണ്ട. ഞാൻ സമ്മതിക്കണമെങ്കിൽ എൻ്റെ ഭാബി എൻ്റെ കൂടെ ഉണ്ടാവണം. ഭാബിയുടെ കൈകൊണ്ട് എൻ്റെ കയ്യിൽ മെഹന്തി ഇടണം. എന്നെ ഒരുക്കേണ്ടതും ഭാബിയാണ്. ഭാബി കൂടെ ഇല്ലാത്ത കല്യാണം എനിക്ക് വേണ്ട. എല്ലാം മറന്നു തുടങ്ങിയതാണ്. ഷാൻ തലയും താഴ്ത്തി നിന്നു. കഴിഞ്ഞ 2 വർഷമായി അവളെപ്പറ്റി ഒരു വിവരവുമില്ല. ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? എങ്കിൽ ഭാബിയെ കണ്ടുപിടിക്കുമ്പോൾ മതി എൻ്റെ കല്യാണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം. ഹനു ഷാനുവിനെ ഒന്ന് തുറിച്ചു നോക്കി അവിടുന്ന് പോയതും ഷാൻ ഉപ്പായെ ദയനീയമായി ഒന്ന് നോക്കി. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും, നീ വിഷമിക്കണ്ട. ഇല്ല ഉപ്പ, അവൾ പറഞ്ഞതാ. ദിയ പോയിട്ട് 2 വർഷം കഴിഞ്ഞു. അതിൽ പിന്നെ അവൾ എന്നോടൊന്നും മിണ്ടിയിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റിന് അവൾ പോലും എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഷാൻ വിഷമത്തോടെ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവനെ ആശ്വസിപ്പിക്കാനാവാതെ അവരും നിന്നു. ഒരു ഉപ്പയായെന്നറിഞ്ഞ സന്തോഷ വാർത്ത അറിഞ്ഞതോടെ ഷാൻ ആദ്യം ഓർത്തത് ദിയയാണ്. ഞങ്ങൾ ജീവിതം തുടങ്ങിയിരുന്നെങ്കിൽ ഞാനും ഇപ്പോൾ ഒരു ഉപ്പയായിട്ടുണ്ടാവും. അവൻ അതോർത്തപ്പോൾ തന്നെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കൺഗ്രാജുലേഷൻസ് മനു. താങ്ക്സ് ഡാ. നീ എപ്പോൾ ലാൻഡായി? ഞാനിവൾക്ക് പെയിൻ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ തന്നെ ഇറങ്ങിയതാ. ഭാഗ്യത്തിന് ഞാൻ എത്തുമ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ഷാനു ഇവളെന്നെ കൊന്നേനെ. ഒടുക്കത്തെ പേടിയതിന്. മനു അവനെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് പേടിയില്ലാത്തതുകൊണ്ടാണോ കേട്ടപ്പോൾ തന്നെ അവിടുന്ന് ഓടി വന്നത്? ഓടിയല്ല, പറന്നാ വന്നത്.
ഓ, അതൊക്കെ കേട്ട് ഷാൻ ഒന്ന് ചിരിച്ചു. അവൻ്റെ വൈഫ് തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കിടക്കുന്നത് കണ്ട് അവൻ ആ കുഞ്ഞിനെ ഒന്ന് നോക്കി. ദിയെപ്പറ്റി വല്ല വിവരമുണ്ടോ ഷാൻ? ഇല്ല, അവൻ വിഷമത്തോടെ പറഞ്ഞു. നീ വാ. മനു അവൻ്റെ തോളിൽ കൈയിട്ട് പുറത്തേക്കിറങ്ങി. അന്നേ നീ അവളെ അംഗീകരിച്ചിരുന്നെങ്കിൽ നീയും ഇപ്പോൾ ഒരു ഉപ്പയായിട്ടുണ്ടാവും അല്ലേ? എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവണമെന്നില്ലല്ലോടാ. ആ, അതും ശരിയാ. പക്ഷേ ദിയെ പറ്റി ഓർക്കുന്തോറും എന്തോ മനസ്സിലൊരു നീറ്റലാണ്. ആ സമയമൊക്കെ നിന്നോടിങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ അവൾ എവിടെയായിരിക്കും? എവിടെയായാലും അവൾ ഹാപ്പിയാവും. വേദനിക്കുന്ന മുഴുവൻ ഞാനാണ്. നീ അതൊക്കെ വിട്. എന്തായി ഹനുവിൻ്റെ കാര്യം? അവർ വിവാഹം പെട്ടെന്ന് വേണമെന്നാണ് പറയുന്നത്. ദിയില്ലാതെ അവൾ അതിന് സമ്മതിക്കില്ല, അതുറപ്പാ. അതിൽ പിന്നെ അവൾ എന്നോട് മിണ്ടിയിട്ട് പോലുമില്ല. എല്ലാം ശരിയാവും ഷാൻ. ആവുമായിരിക്കും, അവൻ പ്രതീക്ഷയില്ലാതെ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്, ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ വന്നേക്ക്. ഈ ഒരു സിറ്റുവേഷനിലൊന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഈ 2 വർഷം കൊണ്ട് നീ ആകെ ക്ഷീണിച്ചു. ഞാൻ എങ്ങുമില്ല മനു. എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്നെ തേടി വരുന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും. അതല്ലടാ, നിന്റെ ഉപ്പയുടെ ആവശ്യം ഇത് തന്നെയാണ്. അവർക്കും നിന്റെ അവസ്ഥ കണ്ടു നിൽക്കാനാവില്ല. എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഞാൻ തന്നെയാണ് കാരണം. അത് ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. അത് കാണുന്നവർക്ക് വിഷമം ഉണ്ടാക്കും. ഇനിയെങ്കിലും നീ അവരെ മനസ്സിലാക്ക്. എവിടെയായാലും നീ ഹാപ്പിയായി ജീവിക്കുന്നത് കാണാനാണ് അവർക്കിഷ്ടവും. എവിടെയായാലും എൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടില്ല മനു. പിന്നെ എങ്ങനെയാ ഞാൻ? നീ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് നിനക്ക് വേറെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്. എല്ലാം അതിൻ്റെ വഴിക്ക് വിട്. പടച്ചവൻ എന്തെങ്കിലും നിന്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ടാവും. സമയമായി കാണില്ല ഒന്നിൻ്റെയും. വിധിയാണെന്ന് കരുതി എനിക്ക് സമാധാനിക്കാൻ പോലും പറ്റുന്നില്ല. ഇതെല്ലാം ഞാൻ വരുത്തി വെച്ചതല്ലേ? നീ ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഷാൻ. കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ തിരിച്ചു പോകുമ്പോൾ നീയും എൻ്റെ കൂടെ ഉണ്ടാവും. മനു തീരുമാനമെടുത്തതുപോലെ പറഞ്ഞു. പക്ഷെ മനു, എനിക്ക് അതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തോളാം. ദിയ, അവളെ പടച്ചവൻ നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും അവൾ നിന്റെ കൺമുന്നിൽ എത്തിക്കും. അവൻ്റെ ആശ്വാസവാക്കുകളിൽ അവനും ചെറിയ പ്രതീക്ഷയുയർന്നു.